നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത്. ഒരല്പം പോലും സർക്കാരിന് മുൻപോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ സർക്കാരിനെ അലട്ടുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതും കെടുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും വന്നതാണ് എന്ന് നമുക്കെവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇത്തരത്തിൽ തകർക്കാനിടയായത് എന്ന് വളരെ കൃത്യമായി തന്നെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ റിസർവ് ബാങ്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ അതീവ പ്രശ്നത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അധികം താമസിയാതെ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറിയുമെന്നും നേരത്തെ തന്നെ സർക്കാരിന് ഒരു മുന്നറിയിപ്പ് റിസർവ് ബാങ്കിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ CPM നേതാക്കന്മാരുടെയും CPM മന്ത്രിമാരുടെയും CPMന് അനുകൂലമായി പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ ലാവിഷായി വളരെ ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ട് സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള പല കാരണങ്ങളും നമ്മൾ കണ്ടതാണ്. അതിലൊന്നാണ് നവകേരള സദസ്സ് പോലും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അതിനനുസൃതമായ ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന ആരോപണമാണ് ഉയർന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 2024-25 ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാൽ ജനങ്ങളെ നിരാശപ്പെടുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുന്നതോ വരുമാനക്കുറവിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതോ ആയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബജറ്റിലില്ല. പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് വ്യക്തമല്ലാത്ത പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനങ്ങൾ വെറും പൊള്ള തന്നെയാണ്. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ബജറ്റിലെ പല നിർദ്ദേശങ്ങളും നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു ധനമന്ത്രിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇത് മറച്ചുപിടിക്കാൻ ബജറ്റിലെമ്പാടും കേന്ദ്രവിരോധം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും കേരളം തകരില്ലെന്നും ഇതിനെ മറികടക്കാൻ പ്ലാൻ B പദ്ധതി ഉണ്ടെന്നൊക്കെയാണ് നിരുത്തരവാദപരമായി വാചകമടിക്കുകയാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ചെയ്തതും ഇത് തന്നെയാണ്. സംസ്ഥാനത്തെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചത് വലിയ തിരിച്ചടിയായിരിക്കുമ്പോഴാണ് ബജറ്റിലും കേന്ദ്ര വിരോധം വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയിൽ കേന്ദ്രം നൽകിയ കുറിപ്പ് സാമ്പത്തിക കാര്യങ്ങളിൽ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും നയവൈകല്യങ്ങളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. അപ്പോഴാണ് പുതിയ പ്ലാൻ B തന്ത്രവുമായി ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരും പുറത്തു വരുന്നത്. ഈ പ്ലാൻ B എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം വരും അല്ലെങ്കിൽ വരുത്തും എന്നാണ്. ഏതായാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഒന്ന്, അദാനിയും അംബാനിയും പോലുള്ള കോർപ്പറേറ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ എപ്പോഴും വാചാലരാകുന്ന ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ അത് വിദ്യാഭ്യാസം അടക്കമുള്ള വിദേശ സർവകലാശാലകൾ അതുപോലെ വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം നടത്താൻ അനുവദിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നവകേരള സദസ്സ് നടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലെയാകുമെന്നാണ് നമ്മളേവരും ചിന്തിച്ചിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്ര സർക്കാരിന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള ഒരു യാത്രയായിരുന്നില്ല. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, നമുക്ക് ഏവർക്കും അറിയാം, ഞാൻ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തോട് അനുകൂലിക്കുന്ന ഒരാളല്ല. പക്ഷെ എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ആ യാത്ര നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള യാത്ര തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്ര എന്നാണ്. എന്നാൽ പിണറായി വിജയന്റെ നവകേരള സദസ്സ് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരുന്നു. ഒരു വലിയ ലക്ഷറി ബസ്സിൽ ഇവിടെ നിന്നും നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ മുഖ്യമന്ത്രി ചെയ്തത് എന്താണ്? വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി പൗരപ്രമുഖന്മാരെ കണ്ടു, അവരുമായി വേദി പങ്കിട്ടു, അവരുടെ കൂടെ ആഹാരം കഴിച്ചു. അപ്പോൾ ഈ പ്ലാൻ B സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കം നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതിന് തുടക്കം ഈ പൗരപ്രമുഖന്മാരെ കണ്ടതിൽ നിന്നാണ്. ആരെയെങ്കിലുമൊക്കെ സ്വകാര്യ നിക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് പണമുണ്ടാക്കുക. കേന്ദ്രം ഇതുവരെ കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് സുപ്രീം കോടതിയിലും അവർ കൃത്യമായ നിർദ്ദേശത്തോടു കൂടി തന്നെ തങ്ങൾ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനിയൊന്നും കൊടുക്കാൻ കഴിയില്ല, അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ചെയ്തത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം പോയതെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിക്കൊണ്ട് സത്യവാങ്മൂലം നൽകുമ്പോൾ ഇനി ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ. ഏതെങ്കിലുമൊക്കെ പണക്കാരന്റെ കയ്യിൽ നിന്നും കുറെ പണം കൂടി വാങ്ങിയെടുത്ത് വരുന്ന കുറെ കാലം കൂടി എങ്ങനെയെങ്കിലും ഭരിച്ച് തൻ്റെ മക്കൾക്ക് IT കമ്പനി തുടങ്ങാനും അതുപോലെ തന്നെ മെഴ്സിഡസ് ബെൻസ് വാങ്ങാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് ഈ സദസ്സുകളുടെയും ഇത്തരത്തിലുള്ള നിക്ഷേപ സമാഹരണത്തിന്റെയും ഒക്കെ ലക്ഷ്യമെന്ന് നമുക്ക് അറിയാം. നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഇവരെന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. അത്തരം നിക്ഷേപങ്ങളുമായി വന്ന സാബു ജേക്കബിനെയും അതുപോലെ തന്നെ
ആണ്ടൂരിലെ സാജന്റെയും ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപങ്ങൾ കൊണ്ടുവരേണ്ടത് മറ്റൊന്നിനുമല്ല, തങ്ങളുടെ കുംഭ വീർപ്പിക്കാനാണ്. മറിച്ച് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും സംസ്ഥാനത്തെ മന്ത്രിമാർക്കും ഒക്കെ വേണ്ടി അവരുടെ ആവശ്യത്തിന് പണം കണ്ടെത്താനും അവർക്ക് കോടികൾ സമ്പാദിക്കാനും കുട്ടി സഖാക്കന്മാർക്ക് തിന്നുകൊഴുക്കാനും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വെറും പൊള്ളയായ ബജറ്റിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വീണ്ടും ഒരു അവസരത്തിനായി കാതോർത്തിരിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. പണമുണ്ടാക്കാനുള്ള പുതുവഴികളും പുതു അവസരങ്ങളും തേടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ബജറ്റിലെ ഈ പ്ലാൻ ബി നിർദ്ദേശം പോലുമെന്ന് നമുക്കേവർക്കും അറിയാം.